ഓക്കെ. ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് വോക്കൽ കെയറിനെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് അതിന് ഞാൻ ഒരുമിച്ച് ആൻസർ ചെയ്യും. ഒരു റൗണ്ട് നമുക്ക് അങ്ങനെ പോകാം. എന്നിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യാമെന്നാണ് കരുതുന്നത്. സാധാരണ ഞാൻ ആദ്യം പ്രസൻറ്റേഷനും പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നൊരു ചെറിയൊരു തടസ്സം നേരിട്ടു. ഇപ്പോൾ ഓഡിബിൾ ആണ് എന്ന് കരുതുന്നു. ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടെ ഒന്ന് ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, യെസ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാ തവണയും ആദ്യം നമ്മൾ പ്രസൻറ്റേഷനും പിന്നെ ക്വസ്റ്റ്യൻസിലേക്കുമാണ് പോകുന്നത്. ബട്ട് ഞാൻ കരുതുന്നു ഇന്ന് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിക്കുക. വോക്കൽ കെയറിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ നൽകാം. ഈ ട്രെയിനിങ് എങ്ങനെയാണെന്ന് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് വെനസ്ഡേയിൽ നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളുടെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യാം. സോ യു ആർ വെൽക്കം. ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ, 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 ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സാറേ ഷുഹൈബ് എന്നാണ് എന്റെ പേര്. ത്വൈബ്? ഷുഹൈബ്. ഷുഹൈബ്, ഓക്കെ. അതെ അതെ അതെ. എന്റെ പിന്നെ സൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ്, ദയവായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഷുഹൈബ് സംസാരിച്ചു തീരുന്നത് വരെ മറ്റുള്ളവരെല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എനിക്ക് തോന്നുന്നു ആരും കേൾക്കുന്നില്ല എന്തോ ഞാൻ പറയുന്നത്. ഞാൻ ഷുഹൈബ് സംസാരിച്ചോളൂ. ആ സാറേ, ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ട്രബിൾ അല്ലേ ഞാനിവിടെ ചോദിക്കേണ്ടത്? അതാകാം, അതല്ല ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാകാം, എന്തും ആകാം. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രബിളിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കാര്യമായ പ്രയാസങ്ങളൊന്നും എനിക്ക് എന്റെ സൗണ്ടിന് ഉണ്ടായിരുന്നില്ല. 2013 മുതൽ ഞാനൊരു കോളേജിലെ അധ്യാപകനാണ്. ഓക്കെ, അതോടുകൂടെ തന്നെ ഒരു പള്ളിയിലെ ഖത്തീബ് എന്ന് പറയും, ഫ്രൈഡേ സ്പീച്ച് ഒക്കെ നിർവഹിക്കുന്ന, പ്രയറൊക്കെ നിർവഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ധാരാളം ഖുർആന് പാരായണം, റിസൈറ്റേഷൻ ചെയ്യേണ്ടി വരും. ഒരു ഓക്കെ, 4 മണിക്കൂറിലധികം എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ പബ്ലിക് സ്പീച്ച് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ആയിട്ട് 2013 മുതൽ 2024 വരെ, സ്റ്റാർട്ടിങ് വരെയൊക്കെ കാര്യമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയിരുന്നു. ഇടക്കൊക്കെ സൗണ്ടിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം കണ്ടിന്യൂസ്ലി ഒരു സൗണ്ടിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്തു. ഈ 2024 ഈ വർഷമാണോ? 24 ഈ വർഷം. ഓക്കെ, അതെന്തെങ്കിലും സോറി സാറേ, 2023 ഓക്കെ, 2023 സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ. എനിക്ക് ട്രബിൾ വന്നു തുടങ്ങി. പിന്നെ അതിനുശേഷം ഇത് ക്ലിയർ ആകും എന്ന് കരുതി പല മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവസാനം അത് അലോപ്പതിയിൽ ആ മരുന്ന് കഴിച്ചതെല്ലാം നിങ്ങളുടെ ഓൺ ഇതിലാണോ അതോ എന്തെങ്കിലും? അല്ല, ഞാന് അത് ഈ ആയുർവേദത്തെയാണ് ഞാൻ കൂടുതൽ ആശ്രയിക്കാറുള്ളത്. അപ്പോ ഓക്കെ, വൈദ്യമഠം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് മരുന്നൊക്കെ കഴിച്ചെങ്കിൽ പോലും ഒരു താൽക്കാലിക ആശ്വാസം. ഓക്കെ, എനിക്ക് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണം വരുന്നത്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അങ്ങനെ കുറെ പ്രയാസങ്ങളായപ്പോ പിന്നെ അലോപ്പതി കാണിച്ചു. അങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോ വോക്കൽ നൊഡ്യൂൾ ആണെന്ന് പറഞ്ഞ്, അപ്പൊ അത് സർജറി വേണ്ടി വരും എന്ന് ഒരാൾ സജസ്റ്റ് ചെയ്തു. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ ട്രീറ്റ്മെന്റ് കൊണ്ട് അതിങ്ങനെ താരതമ്യേന ഇങ്ങനെ കുറഞ്ഞു വന്ന് ഓക്കെ, ഇപ്പോ അതിന്റെ ഒരു ചെറിയ ഒരു എന്താ പറയാ, നമ്മൾ പാട് മാത്രമേ ഉള്ളൂ എന്ന രൂപത്തിലാണ് ഡോക്ടർ പറഞ്ഞുള്ളത്, ENT. ഓക്കെ. പക്ഷെ സാർ, ഇപ്പോഴും എനിക്ക് ആ പഴയ അവസ്ഥയ്ക്ക് തിരിച്ചെത്താൻ കഴിയുന്നില്ല. ഇത് ഉണ്ടായതിന് റീസൺ എന്തെങ്കിലും പറഞ്ഞവര് എന്തുകൊണ്ടാണ്? നിരന്തരമായിട്ട് ശബ്ദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് എന്ന് ഓക്കെ, പറഞ്ഞു.
ശരി. അധ്യാപകർക്കും മറ്റൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അതോടുകൂടെ തന്നെ പിന്നെ ഉണ്ടാവുന്നത് ഈ പ്രഭാത സമയത്ത് പുലർച്ചെ എഴുന്നേറ്റ് 5 മണിക്കോ 5:30ക്കോ ഒക്കെ ഉള്ള പ്രയർ ഉണ്ടാവുമല്ലോ. ആ ആ. പ്രയറിന് ലീഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും. ഉം. ഞാൻ ചുടുവെള്ളം കുടിക്കും, കുറെ മുരട് അനക്കും, പിന്നെ അങ്ങനെയൊക്കെ നിരന്തര ശ്രമം. പക്ഷെ എന്നാലും ആ ക്ലാരിറ്റി ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കര ഉണ്ട്. ഉം. 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 ഇതാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഓക്കെ. അപ്പൊ ഇപ്പോ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില പ്രോഗ്രാം ഒരു 3 മാസത്തിന് ശേഷം ഞാൻ ചെയ്തു തുടങ്ങി. സൗണ്ട് റെസ്റ്റ് ഒക്കെ എടുത്തു. ബട്ട് ഇപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ? ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കുന്നില്ല, എന്തൊരു പിടുത്തം, ഒരു ബുദ്ധിമുട്ട് അതെ, അങ്ങനെയാണ് ഒരു ഫീൽ പിടുത്തം ചെയ്യുന്നത്. വരുന്നുണ്ട്. ഒരു പിടുത്തം വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഓക്കെ ഷുഹൈബ്, താങ്ക് യു. മറ്റാർക്കെങ്കിലും അടുത്ത ആരാ ക്വസ്റ്റ്യൻസ്? മൈക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. യെസ്, അൺമ്യൂട്ട്. ഹലോ സർ. യെസ്, അനു ആന്റണി സർ അല്ലേ? അതെ അതെ സർ. അനു അതെ അതെ. എവിടുന്നാ എനിക്ക് സംസാരിക്കുന്നത്? ഞാൻ എന്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രമാണ്. ഇപ്പൊ ഞാൻ കോട്ടയത്താണ്. ഉം. എനിക്ക് അറിയേണ്ടത്, ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഈ വോക്കൽ കെയറിലേക്ക് ഇതിൽ ഞാൻ അങ്ങനെ വന്നത്. പക്ഷെ എനിക്ക് ഓക്കെ. ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. എങ്ങനെയാണ് ഇതിന്റെ ട്രെയിനിങ്, എങ്ങനെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണോ, അതിന്റെ ഒരു കാര്യവും എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് മീറ്റിംഗിൽ കയറിയിട്ടില്ല. ഞാൻ ഇന്നത്തെയാണ് എന്റെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പം എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന്. ഓക്കെ. ഫേസ്ബുക്കിൽ എന്താണ് കണ്ടത്? ഹലോ അനു ആന്റണി, കേൾക്കുന്നുണ്ടോ? ഹലോ സർ. അനു ആന്റണി, ഫേസ്ബുക്കിൽ എന്താണ് നമ്മുടെ ഏത് അഡ്വർടൈസ്മെന്റ് ആണ് കണ്ടത്? എന്താണ് കണ്ടതെന്ന് പറയാം. വോയിസ് ട്രെയിനിങ് എന്നുള്ള രീതിക്ക് അങ്ങനെയാണ് ഞാൻ കണ്ടത്. വോക്കൽ കെയർ അങ്ങനെ ഞാൻ അതില് വാട്സപ്പ് ലിങ്കിൽ അതില് ആഡ് ചെയ്തു. ഞാൻ അങ്ങനെ കയറിയതാണ്. ഓക്കെ. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ പറയാം. ഓക്കെ. എന്ത് പാടുന്നയാളാണോ? അതെ, ഞാൻ പാടുന്നതാണ്. പ്രോഗ്രാം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് പറയും വോയിസ് നല്ലതാണ്, അപ്പൊ നിനക്കൊരു വോക്കൽ ട്രെയിനിങ് വേണം, അപ്പൊ കുറച്ചുകൂടെ നന്നാവും. പിന്നെ ബ്രെത്ത് കൺട്രോൾ അതെല്ലാം അതിന് ഒരു വോക്കൽ ട്രെയിനിങ് മസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ പോയി അത് ചെയ്യാൻ. ഹസ്ബൻഡിന് അറിയാമോ വോക്കൽ ട്രെയിനിങ്? അതായത് ഇങ്ങനെ വോയിസിന് ഒരു ട്രെയിനിങ് ഉണ്ട് എന്നുള്ള പുള്ളിക്ക് ഐഡിയ ഉണ്ടല്ലേ? യെസ്, പുള്ളി ഡോക്ടറാണ്. ഓക്കെ, ഗുഡ്. അപ്പൊ പുള്ളി പാടും, ഗിറ്റാർ വായിക്കും. അങ്ങനെ ഞങ്ങളങ്ങനെ ഡീപ്പ് വോയിസ് അപ്പൊ അല്ല. എന്നോട് പറഞ്ഞു അങ്ങനെ. അല്ല, ഹസ്ബൻഡിന്റെ സ്വീറ്റ് വോയിസ് അല്ല, പുള്ളി പാടും. പുള്ളി എന്റെ കൂടെ ഉണ്ട്. ഓക്കെ. 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 ഓക്കെ, ഗുഡ്. ശരി. അപ്പൊ എന്തോ ഒരു വോക്കൽ സ്ട്രഗിൾ, സിംഗിങ്ങിൽ ഒരു സ്ട്രഗിൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സിംഗിങ് ഇംപ്രൂവ് ചെയ്യണം, വോയിസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് വന്നത് അല്ലേ? വെൽക്കം. അതെ അതെ. ഞാൻ ഡീറ്റെയിൽ പറയാം. ഓക്കെ, ആദ്യം നമുക്ക് ഓരോ റൗണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് അഡ്രസ് ചെയ്യട്ടെ. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിനകത്തുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ആരാ? ഇനി ക്വസ്റ്റ്യൻസ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആരാ? സർ, എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ. ആക്ച്വലി ഞാനും ഇത് കണ്ടിട്ട് തന്നെയാണ് വന്നത്. എൻ്റെയും പ്രശ്നം, ഞാൻ അലർജിക്കാണ്, വല്ലാണ്ട് ഭയങ്കര തുമ്മല്, ജലദോഷം ഓക്കെ. ഒരാളാണ്. ഫുൾ ടൈം ചെറുപ്പം തൊട്ടേ എപ്പോഴും അലർജിക്കായിരുന്നു. സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. ഞാൻ പഠിച്ചത് എന്തിനോടാണ് അലർജിക്ക്? ഈ ക്ലൈമറ്റ്, പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ഒരുപാട് പഴകിയ പൊടികള്, പിന്നെ എന്താ പറയാ, മാറാല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അലർജിക്കായിരുന്നു. അപ്പൊ തുമ്മലുണ്ടാവും, അത് പാട്ടിനെ ബാധിക്കും, ശബ്ദത്തെ ബാധിക്കും. പാട്ടിന് മീൻസ് ഞാൻ വലിയൊരു സിംഗർ ഒന്നും അല്ല, പക്ഷെ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പാടുമായിരുന്നു. ഞാൻ ഹൊസൂർ ആയിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ.
ഹൊസൂർ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ടൈറ്റാന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ടൈറ്റാൻ വാച്ചസിന്റെ. അതിൽ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പാടാൻ പറ്റുമായിരുന്ന എനിക്ക് ഈ അലർജിയുടെ പ്രശ്നം കാരണം ഒരു കുറേ പ്രാവശ്യം എന്റെ വോയിസ് ഫുള്ളായിട്ട് മ്യൂട്ട് ആയിപ്പോയി. പെട്ടെന്ന് അലർജി വരും, എനിക്ക് ശബ്ദം അങ്ങനെ പാടെ ഇല്ലാണ്ടാവും, കാറ്റ് മാത്രമാവും, എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറെ ദിവസം ഒരു 7 days 8 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിങ്ങനെ എന്താ പറയാ, ആയുർവേദ ട്രീറ്റ്മെന്റ്, അലോപ്പതി ട്രീറ്റ്മെന്റ്, ഹോമിയോ ട്രീറ്റ്മെന്റ്, എടുക്കാത്ത ട്രീറ്റ്മെന്റ്സ് ഒന്നുമില്ല ഡോക്ടേഴ്സിനെ കണ്ടിട്ട്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് അമൃതയില് 2011 അമൃതയില് പോയിട്ട് ഇതേപോലെ ശബ്ദം പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പോയാല് ചിലപ്പോ വോയിസ് തിരിച്ചു വരാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെയും പോയിട്ട് 2-3 പ്രാവശ്യം വോയിസ് തിരിച്ചു വന്നു. പക്ഷെ ക്രാക്ക് ഉണ്ട്, നല്ല, എന്റെ ഒറിജിനൽ വോയിസ് അല്ല ഇത്, നല്ല ക്രാക്ക് ഉണ്ട്. എനിക്ക് പാട്ട് ഒട്ടും പാടാൻ പറ്റാണ്ടായി. ലോ പിച്ചൊക്കെ പാടുമ്പോ എനിക്ക് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, ലോ എനിക്ക് വരണേ ഇല്ല. ഹൈ പിച്ച് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടും, ഫോൾസ് വോയിസിൽ പാടും, പക്ഷെ ലോ എനിക്ക് ഒട്ടും പറ്റാണ്ടായി. എനിക്ക് പാട്ട് പാടണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ടല്ല, എന്റെ ഈ ശബ്ദം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ, പഴയ വോയിസിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു. ഏജ് ഒന്ന് പറയാമോ? 42 ആണ്. നെക്സ്റ്റ് മന്ത് ആവുമ്പോ ഞാൻ 42 ആവും. ഓക്കെ, ഞാനത് സംസാരിക്കാം, അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഹലോ, ഓക്കെ, അനീഷ് അല്ലേ? അതെ സാർ. എവിടെന്നാ? ഞാന് മലപ്പുറം പെരിന്തൽമണ്ണ. ഓക്കെ. എന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാന് പാട്ട് പാടുന്ന സമയത്ത് മൂക്കിലൂടെയാണ് അധികം ശബ്ദം വരുന്നത്. ഓക്കെ. തൊണ്ട വഴി വരുന്നത് ചെറുതായ പ്രാക്ടീസ് അന്ന് ക്ലാസ് കേട്ട് ചെറിയ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ഏത് ക്ലാസ് കേട്ടു? നമ്മളൊരു ഒരു ലിങ്ക് തന്നിരുന്നല്ലോ, ഒരു 99 രൂപയ്ക്ക് ഒരു കോഴ്സ് ആടി, പിന്നെ അതിന്റെ ഫസ്റ്റ് ഇതുണ്ടായിരുന്നല്ലോ. 1 hour ക്ലാസ് കണ്ടു അല്ലേ? നമ്മുടെ 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതെ അതെ അതെ. ഓക്കെ, പറയൂ. അതിൽ ചില എക്സസൈസുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതെ. ഈ മൂക്കിലൂടെയാണ് കാര്യമായിട്ട് ഇത് ഹൈ ഒക്കെ പാടുന്ന സമയത്ത്. ഓക്കെ. മൂക്കിലൂടെയാണ്. മുമ്പ് തൊണ്ടയ്ക്ക് ഒരു സർജറി കഴിഞ്ഞിരുന്നു ചെറുപ്പത്തില്. ഓക്കെ, എത്ര വയസ്സിലാണ്? അതൊരു 10 വയസ്സിന്റെ ഉള്ളിലാണ്. ഇപ്പൊ എനിക്ക് 39 ആയി. അത് സംബന്ധിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ശരി. ഓക്കെ. ഇപ്പൊ പാടുമ്പോഴത് നോസ് വോയിസ്, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണോ? മറ്റുള്ള ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു നോസ് വോയിസ് ആണ് എന്ന് നിങ്ങൾക്ക് മറ്റുള്ള ആരെങ്കിലും? മറ്റുള്ളവരൊക്കെ പറയുന്നത് നല്ല ശബ്ദമാണ് എന്താണ്, നല്ല ഫീലൊക്കെ ഉണ്ട്, നല്ല ശബ്ദമാണെന്ന് പറയും. എല്ലാരും പറയുന്നത് നല്ല ശബ്ദമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. എനിക്കത് എന്റെ ഏത് ടൈപ്പ് പാട്ടുകളാണ് പാടുന്നത്? ഹൈ പിച്ചും ലോ പിച്ചും പാടും, ഏതും പാടും. ഫാസ്റ്റ് നമ്പേഴ്സ്, മെലഡീസ് എല്ലാം പാടാറുണ്ട്. ഓക്കെ. കാര്യമായ മെലഡീസ് പാടാറുണ്ട്. ഓക്കെ, സെമി ക്ലാസിക്കൽ അങ്ങനെ ടൈപ്പ് പാട്ടാണ്. ഓക്കെ. ഓക്കെ. ഓക്കെ അനീഷ്, അടുത്ത് ആർക്കെങ്കിലും? ഹലോ സർ. യെസ്, രജനി. കോഴിക്കോട്. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാനും അതിലേക്ക് ജോയിൻ ആയത്. ഓക്കെ. മെയിനായിട്ട് കുറച്ചൊക്കെ പാട്ട് പാടും, അതിലേക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി വന്നോട്ടെ എന്നുള്ള ഒരു. ഓക്കെ, ക്ലാരിറ്റി കുറവാണല്ലേ? കുറവാണെന്ന് അല്ല, വേറെ ആരും പറയാറൊന്നുമില്ല. ഓക്കെ. പാടുന്നത് എവിടെയാണ്? ഓൺലൈനായിട്ടൊക്കെയാണോ അതോ സ്റ്റേജിൽ പാടാറുണ്ടോ? എന്താ? സ്റ്റേജിൽ പാടാറുണ്ടോ? സ്റ്റേജിൽ ഞാൻ നാളെ എറണാകുളത്തെ ഒരു സിംഗിങ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അതിനൊക്കെ പങ്കെടുത്തതാണ്. ഓക്കെ. പക്ഷെ ഇങ്ങനൊരു വോക്കൽ ട്രെയിനിങ് വന്നപ്പോൾ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. ഓക്കെ. ഓക്കെ. ഓക്കെ രജനി, മറ്റാരെങ്കിലും? Sir, good evening, sir. യെസ്, വിജയകുമാർ.
സാർ എനിക്ക് രണ്ട് കാര്യം സംശയമാണ്. അപ്പൊ ഞാനത് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. സാറ് നമ്മുടെ 1 hour ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ 1 month ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു? 1 ഇല്ല, monthൽ 1 ജോയിൻ hour, ചെയ്തു. 1 ഇല്ലില്ല, 1 hour. 1 hour ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ മറ്റേത് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് ചില സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ഓക്കെ. പിന്നെ എനിക്ക് അറിയേണ്ട രണ്ട് കാര്യം. ഒന്ന്, നമുക്ക് ഈ ഫുഡ്, ചില ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിറ്റേ ദിവസം ഭയങ്കര സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ പാട്ട് പാടും. ഓക്കെ. ഉം. എന്ത് ഫുഡ് അത് പിന്നെ കഴിക്കുമ്പോഴാണ്? നമുക്ക് കുറച്ച് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ചില ഫുഡുകൾ അത് പെട്ടെന്ന് ആ, എനിക്കൊന്ന് ഈ വറുത്തതൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രശ്നം വരുന്നത്. ഓക്കെ. വറുത്ത് കഴിച്ചിട്ട് പിറ്റേ ദിവസം പിന്നെ കുറച്ചുകൂടി ശബ്ദം കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ ഉള്ള എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഓക്കെ. വൃത്തിയാക്കുള്ള. ഓക്കെ. ഈ രണ്ട് കാര്യമാണ് സാർ. ഓക്കെ. ഇനി ആരാ? ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും പിന്നെ ശബ്ദം സോഫ്റ്റ് ആവണമെന്നും പറഞ്ഞു. ഓക്കെ. ഹലോ. ഓക്കെ. ബിനോയ്. ഹലോ. സാർ നമസ്കാരം സാർ. ബിനോയ് എവിടുന്നാ? ഞാൻ കൊല്ലത്ത് നിന്നാണ്. ഓക്കെ. ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്, പിന്നെ പബ്ലിക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സമിതിയിൽ ചെറുതായിട്ട് പാടും, അതായത് ഒരു സൗഹൃദ സദസ്സിൽ. അപ്പൊ ഈ പാട്ട് എന്ന് പറയുമ്പോൾ വലിയ പാട്ടുകാരൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പാടാൻ പറ്റും. പക്ഷെ അത് ബ്രീത്തും ഈ ശബ്ദവും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സംസാരിച്ചൊരു സാറ് പറഞ്ഞ പോലെ ഈ ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ഈ തൊണ്ടയിലൊരു വലിവുണ്ടാകാറുണ്ട്. ചിലപ്പോ എരിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം മുരട് അനക്കി ഇരിക്കും, തൊണ്ടയ്ക്കുള്ളിൽ ഒരു വലിവ് പോലെ. ഈ കുറേ സമയം സംസാരിച്ച് കഴിയുമ്പം ഒരു മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. പെയിൻ ആണോ? പെയിൻ അല്ല, ഒരു അസ്വസ്ഥത, ഒരു പനി വരുന്ന പോലത്തെ നമ്മുടെ ഒരു വിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മാറുന്ന സൈസുള്ള ഒരു ബുദ്ധിമുട്ട്. ഓക്കെ. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. അത് ഈ ഒരു വൈബ്രേഷൻ, ഇങ്ങനെ മൂക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണോ? അന്നേരം ഉള്ളില് ഈ ജനറേറ്ററിന്റെ ആ ഒരു മണമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ ഒരു മൂക്കടപ്പ് പോലെ ഒന്ന് ഫീൽ ചെയ്യും. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഉദ്ദേശിച്ച് വരുന്ന സാധനം ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഓക്കെ. ഓക്കെ. ശരി. ഇതാണ് ഒരു വിഷയം. ബിനോയ് ഏജ് എത്രയാണ് നിങ്ങളുടെ? 44. ഓക്കെ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹലോ. യെസ്. പേര് പറയാമോ? ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം. ശ്രീലക്ഷ്മി. സർ, ഞാൻ വിളിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഓക്കെ. നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത ആളാണോ? അതെ, ഞാൻ 1 month ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 17 ഡേ വരെയുള്ള ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ ആയിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ്. അതെ. എനിക്ക് ഒന്ന് രണ്ട് മീറ്റിംഗിൽ എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കിയിട്ട് പറ്റാതെ പോയി അല്ലേ? പറ്റിയിട്ടുണ്ടായിരുന്നില്ല സർ. ഓക്കെ. ഓക്കെ. ഇപ്പൊ എനിക്ക് എന്താ എന്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് അലർജി ആയിട്ടുള്ള ആളാണ്. ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും അലർജിയാണ്. അപ്പം അതങ്ങനെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ആളാ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് തണുപ്പ്, അത് ഇപ്പം ഈവൻ നല്ല തണുത്ത വാട്ടർ കൊണ്ട് എനിക്ക് ഫേസ് വാഷ് ചെയ്താൽ വരെ എനിക്ക് ഭയങ്കര അലർജിയാണ്. ഞാൻ കണ്ടിന്യൂസ് തുമ്മാൻ തുടങ്ങും. അതങ്ങനെ ഒരു ഉച്ചവരെ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാവും. ചില സമയങ്ങളിൽ കുറച്ച് ഉയർത്തി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഓൾറെഡി ഞങ്ങളിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ പുറത്തു നിന്ന് ഒരു ഗ്രൂപ്പ് വന്നിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് പാടും. അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും എനിക്ക് മ്യൂസിക്കിലേക്ക്, ഞാൻ പഠിച്ച ആളാണ്. ഞാനൊരു 5 years മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇപ്പം വീണ്ടും എനിക്ക് പാടണം എന്നൊക്കെ ഉള്ളത്, ഈ ഒരു മ്യൂസിക് തെറാപ്പി ഒക്കെ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് എനിക്ക് വീണ്ടും, ഞാൻ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇൻസ്റ്റയിലാണ് കണ്ടത്. അപ്പൊ ഞാൻ ആദ്യത്തെ 99ന്റെ ഒരു കോഴ്സിന്
അതിന് ചേർന്നു. 1 ഡേ ക്ലാസ്സിന് 10 അതെ. ഡേയ്സിന്റെ ക്ലാസ്സിന് ചേർന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ എനിക്ക് ഓക്കെ നല്ലതാന്ന് തോന്നിയപ്പോ ഞാൻ 1 മന്ത് ക്ലാസ്സിലും ഞാൻ ചേർന്നു. അപ്പൊ എനിക്ക് ഈ തണുപ്പ് തീരെ പറ്റില്ല. അതിപ്പം പുറത്തുനിന്നുള്ള ക്ലൈമറ്റിന്റെ തണുപ്പായിക്കോട്ടെ, ഞാൻ ഉള്ളിലേക്ക് കഴിക്കുന്നതായിക്കോട്ടെ. അപ്പൊ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഭയങ്കര അസ്വസ്ഥതയാ. ഞാനിപ്പോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പേടിയാ ചില സമയത്ത് വോയിസ് നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ ഈ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് തൊണ്ട സ്ട്രെയിൻ ചെയ്ത് വോയിസ് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കും. അപ്പം അതായത് ഇങ്ങനെ ആ ഒരു സമയത്ത് കാറിയിട്ട് അല്ലേ? അതെ. ഓക്കെ. അതെ അതെ എന്നുള്ള ആ ഒരു സമയത്ത് എനിക്ക് അവിടെ ഒരു മ്യൂക്കസ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പം ചില സമയത്ത് എനിക്ക് ആ മ്യൂക്കസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ ആ മ്യൂക്കസ് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് വീണ്ടും ഓക്കെ ആവും. വീണ്ടും എനിക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ എനിക്കിങ്ങനെ അവിടെ വല്ല ക്രാക്സ് ആവുക, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വോയിസ് ക്രാക്ക് പറ്റിപ്പോവോ, ഉണ്ടാകുമോ വീണ്ടും എന്റെ എന്നുള്ളത്. ശബ്ദം നഷ്ടപ്പെടുവോ, ഓക്കെ. ഒരു പേടിയാ. ഇപ്പൊ വീണ്ടും ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇപ്പം പറയുന്ന എക്സസൈസുകളൊക്കെ ചെയ്ത് എനിക്ക് നല്ലൊരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട് വോയിസിൽ. മറ്റേത് എനിക്ക് ഹൈ പിച്ച് ഒക്കെ പാടുമ്പോൾ ഞാൻ ഫേക്ക് വോയിസിൽ, അല്ലെങ്കിൽ എനിക്ക് തീരെ കിട്ടില്ല, വെള്ളി വീഴും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ എത്രാമത്തെ 1 ലെസൺ മന്ത് ആണ് ക്ലാസ് കഴിഞ്ഞത്? അറ്റൻഡ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഏത് ഞാനൊരു 17th ക്ലാസ് വരെ കേട്ടിട്ടുണ്ട്. ഓ ശരി. ഞാൻ 17ാമത്തെ ക്ലാസ് വരെയാണ് കേട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ ഇപ്പോഴ് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ അലർജിയുടേതാണല്ലേ? അതെ, അലർജിയുടെ ആണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂസ് മഴയാണ്. അപ്പൊ ഭയങ്കര തണുപ്പാണ്. രാവിലെ എണീക്കുമ്പോഴേ തുമ്മൽ തുടങ്ങും. അപ്പൊ പിന്നെ എനിക്ക് തുമ്മൽ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ്, മൂക്ക്, തൊണ്ട ഈ 3 അവയവത്തിനെയാണ് ബാധിക്കണേ. കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തുമ്മലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എനിക്ക് പിന്നെ അന്നത്തെ ഒരു ഹോൾ ഡേ എന്നെ സംബന്ധിച്ചോളം സ്പോയിൽ ആവുകയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷനൊക്കെയാണ്. അതിനെന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ. നോക്കാം. ഓക്കെ. നമ്മുടെ ട്രെയിനിങ് അപ്പോ ഇടയ്ക്ക് ബ്രേക്ക് ആയോ, അതോ ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഞാനിപ്പോ 17th ക്ലാസ് വരെ ഞാൻ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ആ സ്കോർ ബോർഡൊക്കെ 17th ഡേ മെയിൻറ്റെയിൻ തൊട്ടിട്ടുള്ള ചെയ്യുന്നുണ്ടോ? ക്ലാസ്സുകളാണ് എനിക്ക് കാണാനുള്ളത്. സ്കോർ ബോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ചെയ്യുന്നുണ്ട് സർ. ഓക്കെ. ഗുഡ്. ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ആരാ? ഓക്കെ. മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും സമയം ഷുഹൈബ്, അനു, രശ്മി, അനീഷ്, രജനി, വിജയകുമാർ, ബിനോയ്, ശ്രീലക്ഷ്മി, ഇത്രയും പേരാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഇപ്പോൾ ഷുഹൈബ് പറഞ്ഞപ്പോഴും ഷുഹൈബ് തൻ്റെ പ്രശ്നം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ ശബ്ദം ഉപയോഗിക്കുന്നവർക്ക്, എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വോക്കൽ നോഡ്യൂൾ, തൊണ്ടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ശബ്ദം ഉപയോഗിക്കുന്നവർ ശബ്ദം എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മുടെ ട്രെയിനിങ്ങിലൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നതും അതാണ്. നമ്മുടെ ശബ്ദം നന്നായിട്ട് സംരക്ഷിക്കുക. ഈ ഒരു മെസ്സേജാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഒട്ടും അങ്ങനെ കെയർ ചെയ്യാത്ത ഒരു സാധനമാണ്. പക്ഷെ അതിനെ സംരക്ഷിക്കുക, അത് ക്ലിയർ ആയിട്ട് അതിനെ വ്യക്തമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടുന്ന ശ്രദ്ധ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ പ്രശ്നമൊക്കെ നമുക്ക് മാറും. ഇപ്പോൾ ഷുഹൈബിനും ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അനുവിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഷോർട്ടായിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കവർ ചെയ്യാം. ഈ അലർജിക് തുമ്മലിൻ്റെ പ്രശ്നം പറഞ്ഞു രശ്മി, എയർ മാത്രം വരുന്ന ഒരു പ്രശ്നം പറഞ്ഞു. സത്യത്തിൽ വോക്കൽ കെയർ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ്. ഇപ്പോൾ രശ്മി പറഞ്ഞ അതേ പ്രശ്നം, ഇങ്ങനെ എയർ മാത്രം വരുന്ന ഒരു പ്രശ്നം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വോക്കൽ എക്സസൈസ് എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ സിംഗേഴ്സിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വോക്കൽ കെയർ എന്ന് പറയുന്ന സാധനം തന്നെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും
ഈ ഒരു കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഈ അലർജിക്ക് വേറെയും ഒരാൾ പറഞ്ഞു അല്ലെ, ആരാ, ശ്രീലക്ഷ്മി പറഞ്ഞു അലർജി. ഇപ്പം അതിന് ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമുക്ക് വാമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുക, കുടിക്കുന്നതായാലും ഭക്ഷണമായാലും വാമായിട്ടുള്ളത് ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ക്ലോത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് വളരെ ഇപ്പോൾ ഈ ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട് വാമായിരിക്കുക. അങ്ങനെ നമുക്കത് കുറെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ശ്രീലക്ഷ്മി എനിക്ക് തോന്നുന്നു ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. ശരിക്ക് ഡോക്ടറുടെ അഡ്വൈസ് എടുത്ത് അതിനെ അലർജി എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. അതാണ് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ്ങിലൂടെ ശബ്ദം മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതിലൂടെ എക്സസൈസിലൂടെ നമ്മൾ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഫുഡിൻ്റെ കാര്യം ചോദിച്ചു. ഫുഡിൻ്റെ കാര്യം, കഫത്തിൻ്റെ കാര്യം, ഇതൊക്കെ വളരെ റിലേറ്റഡ് ആണ്. ഞാൻ പല സിംഗേഴ്സിനെയും എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഒരു ഫുഡ്, ഒരു പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ്, തണുപ്പ് കഴിക്കരുത് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും അല്ല കേട്ടോ. ഈവൻ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കുന്ന പാട്ടുകാരുണ്ട്. അപ്പൊ അവർക്കതൊരു പ്രശ്നമില്ല. ഈവൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ അങ്ങനെ പാടുന്നവര് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ കൂറനുസരിച്ച്, ശരീരത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഇതൊക്കെ മാറുന്നത്. അപ്പോൾ നേരത്തെ ഈ വേറെ ആരാ പറഞ്ഞ, ഓക്കെ, വിജയകുമാർ പറഞ്ഞു ഫുഡ് വറുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ, ഏത് ഭക്ഷണമാണ് നിങ്ങൾക്കൊരു പ്രശ്നമാകുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭക്ഷണമാണ് കഫം ജനറേറ്റ് ചെയ്യുന്നത്, കഫം ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ചോറായിരിക്കാം, അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് ആയിരിക്കാം. പ്രത്യേകിച്ച് ഈവനിങ്ങിൽ ചോറ് കഴിക്കുന്ന വല്ലാതെ കഫം ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സോ ആയിരിക്കാം. എന്താണ് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ളത് അത് അവരവർ തിരിച്ചറിയുകയും അവരവരത് നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്താലേ ശരിയാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം കുടിക്കുന്ന പാട്ടുകാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷെ അത് ഇപ്പം നേരത്തെ മുഖം കഴുകാൻ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകാൻ തന്നെ പ്രശ്നമുള്ളവരുമുണ്ട്, അങ്ങനെ അല്ലാത്തവരുമുണ്ട്. അപ്പം അതൊക്കെ ഇൻഡിവിജ്വലി ഡിഫറൻ്റ് ആയിട്ട് വരുന്നതാണ്, വ്യത്യാസം ഉണ്ടാകും. ഒരാൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് അപ്ലൈ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അവരവർക്ക് ദോഷമായിട്ട് എന്താണ് വരുന്നത് അത് നമുക്ക് ഒബ്സർവ് ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തി അതിൽ നിയന്ത്രണങ്ങളും കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ബ്രീത്തിങ് പ്രശ്നത്തെക്കുറിച്ച് ബിനോയ് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എക്സസൈസിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പം അനീഷ് പറഞ്ഞ കാര്യമായാലും ക്ലാരിറ്റി രജനി പറഞ്ഞ കാര്യമായാലും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും. മനു ചോദിച്ചതും അങ്ങനെയാണ്. ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഈ രണ്ട് കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. അവരവരുടെ ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ പ്രിഫർ ചെയ്യുക. എന്താണ് പ്രശ്നം, ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിയുക, അതിനെ ഒഴിവാക്കുക, എന്നിട്ട് ശബ്ദത്തെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവരിക. പിന്നെ ശബ്ദം കെയർ ചെയ്യേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരം പോലെ തന്നെ ആരോഗ്യമുള്ള ശബ്ദവും നമുക്ക് വേണം. പ്രത്യേകിച്ച് ശബ്ദം അധികമായിട്ട് ഉപയോഗിക്കുന്നവര് ശബ്ദം കൂടുതൽ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് എനിക്കൊരു ആമുഖമായിട്ട് ഇതിന് റിപ്ലൈ ആയിട്ടും പറയാനായിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഈ ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ തരാമോ? നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാമോ, പ്രസന്റേഷനിലേക്ക് പോകാമോ? യെസ്. യെസ്. അപ്പോൾ എൻ്റെ പ്രസന്റേഷൻ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, എവിടെയാണ്, ആർക്കാണ് ഈ ഒരു വോക്കൽ കെയർ റെലവൻ്റ് ആയിട്ടുള്ളത്, ആർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. രണ്ടാമത്, നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഗോളിനെ കുറിച്ച് ഞാൻ പറയും. എന്താണ് നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ലക്ഷ്യം? ഈ ഗോളിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ശബ്ദം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആർക്ക്, എങ്ങനെയുള്ളവർക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം, നമ്മൾ എവിടെ എത്തും, ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മുടെ ശബ്ദത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, പിന്നെ നമ്മുടെ ഒരു മീൻസ്,
ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെ എന്നുള്ളതിന് 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് പ്രയോജനം ചെയ്യും. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു വോയിസ് ട്രെയിനിങ്, ശബ്ദം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ടീനേജിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, അവരുടെ ശബ്ദമൊക്കെ മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ്, ഈവൻ ഐഡന്റിറ്റി ക്രൈസിസ് തന്നെ ഉണ്ടാകാറുണ്ട്. കാരണം മെയിൽ വോയിസ് ആണ്, ഫീമെയിൽ വോയിസ് ആണ്, ഇതിങ്ങനെ മാറി മാറി ടീനേജിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള വോയിസ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയാൽ അവരുടെ വോയിസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടിയായിരിക്കുമ്പോൾ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പലരും ടീനേജിൽ വരുമ്പോൾ ഈ ശബ്ദം മാറുന്നത് കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കാതെ സിംഗിങ് ഒക്കെ അവർ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാതെ അവർക്കൊരു കൗൺസിലിംഗ് സപ്പോർട്ട് പോലെ ശരിക്കൊരു എക്സസൈസ് ഒക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ ശബ്ദം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ബിഗിനർ വിത്തൗട്ട് മ്യൂസിക് ലേണിംഗ്. ഈ മ്യൂസിക് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമോ മറ്റൊന്നും പഠിക്കാത്തവർക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ശ്രുതി എന്താണ്, സ്വരം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതൊക്കെ മനസ്സിലാക്കിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിൽ മുമ്പോട്ട് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്തിങ് ഇഷ്യൂസ്, പിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു മ്യൂസിക് കേട്ടാൽ പിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവർക്ക്, അതുപോലെ കഫത്തിന്റെ പ്രശ്നം, വോക്കൽ കൺഫ്യൂഷൻ, ഏത് ശബ്ദത്തിലാണ് പാടേണ്ടുന്നത്, ഓപ്പൺ ആയിട്ട് പാടണമോ അതോ ഫേക്ക് വോയിസിൽ പാടണമോ, ഇങ്ങനെയൊക്കെയുള്ള വോക്കൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സിംഗേഴ്സിന് ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. അതായത് നമ്മുടെ മനസ്സിൽ സംഗീതമുണ്ട്, പക്ഷെ അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന് ശബ്ദ സംബന്ധമായ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. പിന്നെ ലേൺഡ് മ്യൂസീഷ്യൻ, നന്നായിട്ട് മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർ പെർഫോമിൻ്റെ പാർട്ടിൽ വരുമ്പോൾ, ഇപ്പോൾ സ്റ്റേജിലൊക്കെ ഒരു ഷോ ഒക്കെ ചെയ്യുന്നു, ഒരു മ്യൂസിക് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രഭാഷണം ചെയ്യുന്ന ആൾ, അതിൻ്റെ തുടക്കത്തിൽ വളരെ ക്വാളിറ്റി ഉള്ള ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ 1-2 പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റും. പിന്നെ അവർക്ക് ആ ഷോയുടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവർ ടയർഡായി പോകുന്നു, അല്ലെങ്കിൽ ഒരു വോക്കൽ സ്റ്റാമിന കുറയുന്നു, വോയിസിന്റെ ക്വാളിറ്റി കുറയുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സമയം ഇങ്ങനെ വോയിസിന്റെ ക്വാളിറ്റി നിലനിർത്താനും വോയിസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വോക്കൽ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ എക്സസൈസുകൾ, ഈ ട്രെയിനിങ് പ്രയോജനം ചെയ്യും. അതോടൊപ്പം പാട്ടുകാർക്ക്, പ്രഭാഷകർക്ക്, എല്ലാ ടൈപ്പ് ഓഫ് ജോണേഴ്സിൽ, അതിപ്പോൾ ഗസലായാലും ഫിലിം സോങ്സ് ആയാലും ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്താലും വോക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ സിംഗിങ്ങിനെയും പ്രഭാഷണത്തെയും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്റ്റേജ് ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്നും നമ്മൾ ഈ ട്രെയിനിങ്ങിൽ കവർ ചെയ്യും. ചില ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് സിംഗേഴ്സ് ആണ്. അവർ പണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ജീവിത പ്രാരാബ്ദങ്ങൾ വന്നപ്പോൾ, ഒരുപക്ഷെ ജോലിയുടെ തിരക്ക് കാരണം അല്ലെങ്കിൽ ഫാമിലി തിരക്ക് കാരണമൊക്കെ സിംഗിങ് ഒക്കെ ഉപേക്ഷിച്ചു, അതുമായിട്ട് ഒരു ടച്ചും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നത് കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പേർക്ക് പണ്ട് നന്നായിട്ട് പാടിയിരുന്ന പാട്ട് ഇപ്പോൾ പാടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും പാടാനായിട്ട് ശ്രമിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നു, പഴയതുപോലെ പാട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് അവരെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കാനും പഴയൊരു ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സും ആക്ടേഴ്സും ഇങ്ങനെ ശബ്ദം എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ശബ്ദം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത്, ഒരു കൊച്ചു വീഡിയോ ഞാൻ കാണിക്കുന്നത്, ഇതിനകത്തൊരു സ്റ്റേജ് പെർഫോമർ, ഒരു സിംഗർ പെർഫോം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെയും കാണാം. അപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് തൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നത്. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എനർജി മറ്റുള്ളവരിലേക്ക് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു മാസീവായിട്ടുള്ള ഓഡിയൻസിനെ ഇളക്കി മറിക്കുന്ന രീതിയിൽ തൻ്റെ ശബ്ദം കൊണ്ട് അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ മേക്ക് യുവർ സെൽഫ് ഹാപ്പി ആൻഡ് യുവർ ഓഡിയൻസ് ഹാപ്പി. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുക നിങ്ങളുടെ ശബ്ദം കൊണ്ട്. നിങ്ങളുടെ ശബ്ദം അത് പ്രഭാഷണത്തിനായാലും പാട്ടിനായാലും നിങ്ങളുടെ ഒരു ആത്മാവിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പാടുക. ആ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരിക.
ഇപ്പം നമുക്ക് ആൾക്കാരെ കുറച്ച് പൈസ കൊടുത്തോ എന്തെങ്കിലും കൊടുത്ത് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ശബ്ദം കൊണ്ട്, നമ്മുടെ പാട്ട് കൊണ്ടൊക്കെ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ ഹാപ്പിയാക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിന് തക്ക ക്വാളിറ്റിയിലേക്ക് നമ്മുടെ ശബ്ദത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു ഗോള്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ട്രെയിനിങ്ങിൽ സംഭവിക്കുന്നത്? ഒന്ന്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ വോയിസ്. നമ്മുടെ ശബ്ദത്തെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എന്താണ് നമ്മുടെ ശബ്ദം? എൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാണ്? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും. ഇംപ്രൂവ് ബ്രീത്തിങ് കപ്പാസിറ്റി വിത്ത് ടെക്നിക്സ്. ചില എക്സസൈസിലൂടെ, ടെക്നിക്സിലൂടെ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. പിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ചിലർക്ക് ശ്രുതി ബോധം എന്ന് പറയുന്നത് ഒട്ടും ഉണ്ടാകത്തില്ല ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ശ്രുതി എന്താണ്, സ്വരം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ഒരു പെയിന്റിങ്, ഒരു ചിത്രത്തിൽ നിറങ്ങൾ പലതുള്ളത് പോലെ, ഇപ്പോൾ ഒരു പെയിന്റിങ് കാണുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ചുവപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഭാഗത്ത് നീലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കളർ സെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ സ്വരങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നത്, അവിടെ ഏത് സ്വരമാണ് പാടിയിരിക്കുന്നത്, ഇങ്ങനെ നമ്മുടെ മനസ്സിന് ഒരു ബോധ്യം വേണം. ഒരു ശ്രുതി ബോധവും ഒരു സ്വരത്തെക്കുറിച്ചുള്ള ഒരു ബോധവും വേണം. പിച്ച് സെൻസ് നമുക്ക് വേണം. അപ്പോൾ കളർ സെൻസ് പോലെ തന്നെ ഈ സൗണ്ട് സെൻസും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇയർ ട്രെയിനിങ്ങിലൂടെ, നമ്മുടെ ഈ എക്സസൈസിലൂടെ നമ്മളെ ഈ ട്രെയിനിങ്ങിൽ ഇയർ ട്രെയിനിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇയർ ട്രെയിനിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൺലീഷ് ദ പൊട്ടൻഷ്യൽ ഓഫ് യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദം ഒരു പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു കപ്പാസിറ്റി പുറത്തു കൊണ്ടുവരിക. പലരും ഇങ്ങനെ വാക്കുള്ളിൽ മാത്രം വെച്ച് ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാടുന്നത് മാറ്റിയിട്ട് ഓപ്പൺ ആയിട്ട് ഒരു ക്ലാരിറ്റിയിൽ നമ്മുടെ ശബ്ദത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ വോക്കൽ ഹൈജീൻ. അത് നമ്മുടെ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ശബ്ദം എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരവും അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വോയിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സൂക്ഷിക്കും. അവെയർനെസ് ഓൺ വോയിസ് യൂസ് ആൻഡ് കെയർ. നമ്മുടെ ശബ്ദം ഈ യെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒച്ചത്തിൽ കാറി വിളിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഈ ശബ്ദം ക്ലിയർ ആക്കാനായിട്ട് ഇങ്ങനെ കാറി എടുക്കുന്നത്, അതായത് വോക്കൽ കോഡ്സിന് ഹാംഫുൾ ആയിട്ടുള്ള, വോക്കൽ കോഡ്സിന് സ്ക്രാച്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട്, ദേഷ്യത്തിൽ ചിലപ്പോൾ ഒച്ചത്തിൽ വിളിക്കുന്നതായിരിക്കാം, ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ശബ്ദമാണ്, ഇതെൻ്റെ ശബ്ദമാണ്, ഇത് സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിചാരത്തിലേക്ക് നമ്മൾ വരും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ വരും. അപ്പോൾ അതാണ് നമുക്കുണ്ടാകുന്ന മറ്റൊരു മാറ്റം. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വോയിസ് യുണീക്ക് ആണെന്നും അത് നമ്മുടെ ഐഡന്റിറ്റി ആണെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പലരും ഒരു നല്ല വോയിസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, ഓക്കെ, യേശുദാസനെ പോലെ ആകണം അല്ലെങ്കിൽ ചിത്രയെ പോലെ ആകണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒരു ശരീരമുള്ളതുപോലെ തന്നെ, നമുക്കൊരു ഫേസ് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ശബ്ദവുമുണ്ട്. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. എനിക്ക് വേറൊരാളാകി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അങ്ങനെ ആകാം, പക്ഷേ ഞാനവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എൻ്റെ ശബ്ദം കൂടെയാണ്, എൻ്റെ ഐഡന്റിറ്റിയാണ്. അത് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിപ്പോൾ എങ്ങനെയുള്ള ശബ്ദമാകട്ടെ. ഇപ്പൊ എല്ലാവരും യേശുദാസിനെ പോലെ ആയിരുന്നുവെങ്കിൽ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗറെ നമുക്ക് കിട്ടില്ലായിരുന്നു. ആ വോയിസ് ഡിഫറൻ്റ് ആണ്. അങ്ങനെ നിങ്ങളൊന്ന് നോക്കിയോ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളത്, മ്യൂസിക്കിൻ്റെ ഇതിലുള്ളത്. ഓരോരുത്തരുടെയും വോയിസ് ഡിഫറൻ്റ് ആണ്. ഇപ്പൊ ജാസി ഗിഫ്റ്റ് വിചാരിക്കണോ എൻ്റെ വോയിസ് റഫ് വോയിസ് ആണ്, എനിക്ക് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല, യേശുദാസിന്റെ ശബ്ദം മാത്രമാണ് ശബ്ദം, മറ്റൊന്നും ശബ്ദമല്ലാന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഓരോരുത്തരുടെയും ശബ്ദം അവരവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാൽഗുഡി ശുഭ എന്ന് പറയുന്ന ഗായികയെ നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പൊ ഈ പാട്ടുകൾ അവർ പാടിയ പാട്ടുകളാണ്. ഒക്ടോബർ 17 ശുഭ ജനിച്ചത്. ഒരു ഗായിക കൂടിയാണ്. അതോടൊപ്പം ഉഷാ ഉദപ്പ് എന്ന് പറയുന്ന മറ്റൊരു സിംഗർ, ക്യൂൻ ഓഫ് ഇന്ത്യൻ
പോപ്പ് മ്യൂസിക് എന്ന് അറിയപ്പെടുന്ന ഉഷാദ്. അപ്പോൾ ലതാ മങ്കേഷ്കർ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രശസ്തരായ പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ രണ്ട് സിംഗേഴ്സും ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഫ്ലറിഷ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് മറ്റുള്ളവരെ പോലെ എൻ്റെ ശബ്ദം ഇല്ലാന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ രണ്ട് സിംഗേഴ്സിനെ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷെ അവരുടെ ഒരു ശബ്ദം ഡെവലപ്പ് ചെയ്തു. എപ്പോഴും ഫീമെയിൽ വോയിസ് വളരെ ക്യൂട്ട് വോയിസ് വേണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഫീമെയിൽ സിംഗേഴ്സ് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയല്ല, അവരുടെ ശബ്ദം എന്താണോ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ എഫേർട്ട് എടുത്തു. അതുകൊണ്ട് അവരുടെ പാട്ടുകൾ അവരുടെ കയ്യൊപ്പ് ഈ ഇൻഡസ്ട്രിയിൽ അവർ ചാർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ശബ്ദം ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിനെ ക്ലിയർ ചെയ്യാൻ, അതിനെ പോളിഷ് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടുന്നത്. അപ്പോൾ പലരും എന്നെ അപ്രോച്ച് ചെയ്യുന്ന ചിലർ ചോദിക്കാറുണ്ട്, ശബ്ദം മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ, എൻ്റെ ശബ്ദം വേറൊരാളുടെ ശബ്ദമാക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതാണ് വോക്കൽ കെയറിൽ സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ കാര്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്കിൽ യെസ് തരാമോ ചാറ്റ് ബോക്സിൽ? ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, റെഡിയാണ്, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വീഡിയോ ലെസൺസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ഒരു പാഠപുസ്തകം എന്ന് പറയുന്നത് അതാണ്. ഈ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫസ്റ്റ് കാര്യം, ആദ്യത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പാഠപുസ്തകം, നമ്മുടെ വീഡിയോ ലെസൺസ് ആണ്. അതിൽ 2 വീഡിയോ ലെസൺസ്, 2 കോഴ്സുകളാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ്, അതൊരു 1 hour ക്ലാസ് ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഹൗ ഡസ് ദ ഹ്യൂമൻ വോയിസ് പ്രൊഡ്യൂസ്, എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ശബ്ദം ഉണ്ടാകുന്നത്, വോക്കൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ബേസിക്സ് ഓഫ് മ്യൂസിക്കൽ പിച്ച്, ശ്രുതിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം, ശ്രുതി, സ്വരം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ചില തിയറീസ് നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഏറ്റവും സാധാരണക്കാരായ ഒരാൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് മലയാളത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമാക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബ്രീത്തിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മളതിൽ പഠിക്കും. ഡീറ്റെയിൽസ് ആൻഡ് ഫീസ് ഓഫ് 1 month ട്രെയിനിങ്, നമ്മുടെ പ്രധാനപ്പെട്ട 1 മാസത്തെ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ 1 hour ക്ലാസ്സിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ കോഴ്സ് എല്ലാം 2 കോഴ്സുണ്ട്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് ആണ്, രണ്ടാമത് 1 month ട്രെയിനിങ് ആണ്. അത് 1 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ആദ്യത്തെ 1 hour ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു, വോക്കൽ ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, മ്യൂസിക്കൽ പിച്ച്, ശ്രുതിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്രീത്തിങ് കപ്പാസിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ 1 month ട്രെയിനിങ്ങിൻ്റെ ഫീസ് ഡീറ്റെയിൽസ്, മറ്റേ അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സിലബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ 1 hour ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ 1 hour ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരിട്ട് നമുക്ക് 1 monthലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കും. കാരണം ഈ 1 hour ക്ലാസ്സിന് 99 rupees മാത്രമേ ഉള്ളൂ. 1 month ക്ലാസ്സിന് കുറച്ചുകൂടെ ഫീസ് വരും, ഏകദേശം 3,999, ഒരു 4,000 ഫീസ് വരും. 8,000 ആണ് അതിൻ്റെ വാല്യൂ എങ്കിലും നമ്മൾ ഒരു റിഡക്ഷനിൽ 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് ആ ഒരു 4,000 നമ്മൾ ആ 1 month ട്രെയിനിങ് അവൈലാക്കുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് മുടക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ വോക്കൽ കെയറിൻ്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കോമ്പാറ്റബിൾ ആണോ, നിങ്ങളുടെ ഡിവൈസിലൊക്കെ കണക്റ്റ് ആവുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഈ ഒരു വോക്കൽ കെയറിൻ്റെ ഒരു സ്ഥിതി എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെടുത്ത് അതിലൂടെ ശരിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം 1 month ട്രെയിനിങ്ങിലേക്ക് പോയാൽ മതി. നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് പ്രയോജനമുണ്ടാകും എന്ന് വളരെ ഉറപ്പിച്ചതിന് ശേഷം മാത്രം 1 month ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഇപ്പോൾ രണ്ടാമത് വരുന്നത് 1 month ട്രെയിനിങ്ങിലാണ്. അതിനകത്ത് എക്സസൈസ് ആണ്.
കംപ്ലീറ്റ്ലി എക്സസൈസസ് ആണ് വരുന്നത്. വാം അപ്പ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് വരും, പിച്ച് ഇംപ്രൂവ്മെന്റ് എക്സസൈസ് അതായത് ഇയർ ട്രെയിനിങ് വരും, വോക്കൽ എക്സസൈസ് വരും, ഹൈ പിച്ചും ലോ പിച്ചും പാടുന്നതിനുള്ള എക്സസൈസ് വരും. പിന്നെ എങ്ങനെ ഒരു മ്യൂസിക് കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ചില ഗൈഡ് ലൈൻസും അതിനകത്ത് അവസാനമായിട്ട് കോഴ്സിന്റെ കംപ്ലീഷൻ എന്നുള്ള പാർട്ടിൽ അതും വരും. അതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ സപ്പോർട്ടും ഗൈഡ് ലൈൻസ് ആയിട്ടും പേഴ്സണൽ മീറ്റിംഗ് ആയിട്ടും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ലൈവ് മീറ്റിംഗ് ആയിട്ട്, അതായത് ഔട്ട് ഓഫ് ഈ 1 month ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മ്യൂസിക് കരിയർ ബിൽഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അപ്പോൾ ഇതാണ് 1 month ട്രെയിനിങ്ങിന്റെ കണ്ടന്റ്. അപ്പോൾ വീഡിയോ ലെസൺസ് ഓൺ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്ന വീഡിയോ ലെസൺസ് ആണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ പ്രധാന കാര്യം. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സമയം ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ട്രെയിനിങ്ങിൽ അത് റെലവൻ്റ് അല്ല. ഏത് സമയം വേണോ നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് ആ കോഴ്സ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് 1 month ട്രെയിനിങ്ങിൽ ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തു, ഒരു 10 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പനിയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു അത്യാവശ്യം 1-2 ലീവ് എടുക്കണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ഒന്നും മിസ്സാവില്ല. ലൈഫ് ടൈം വാലിഡിറ്റിയിൽ ആ ക്ലാസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. പിന്നെ വാട്സപ്പിലൊക്കെ ഉള്ളതുപോലെ വീഡിയോ ലെസൺസ് ഒന്നും ഡിലീറ്റ് ആകത്തില്ല. ഇറ്റ് ഈസ് ദെയർ ഫോർ എവർ. എപ്പോഴും ആ വീഡിയോ ലെസൺസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ അതവിടെ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു ഒന്നാമത്തെ കാര്യം? ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ഓക്കെ, 1 hour ക്ലാസ് ഉറപ്പിച്ച ശേഷം വേണം ഓക്കെ. ഈ ക്ലാസ്സിന് അതെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് അല്ലേ? നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്ന 1 hour ക്ലാസ് ആണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അതിനകത്ത് ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് റെക്കോർഡഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞു, ലൈവ് ക്ലാസ് അല്ല. അപ്പൊ അങ്ങനെ ആ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നണം, അത് അങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയാൽ നിങ്ങൾ ആരോട് ചോദിക്കും? ഇപ്പൊ യൂട്യൂബ് കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് നിങ്ങൾ കാണുന്നു, അതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ, സാർ അവിടെ ഒരു ഡൗട്ട് ഉണ്ട്, അതെങ്ങനെയാണോ എന്ന് ചോദിക്കാൻ യൂട്യൂബിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ല. കമന്റ് ഉണ്ട്, പക്ഷേ എത്ര നേരം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പേഴ്സണൽ സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ഇതിൽ വാട്സപ്പിലൂടെ ഒരു പേഴ്സണൽ സപ്പോർട്ട്, ചാറ്റ് സപ്പോർട്ട് കിട്ടും. സാർ ഇത്രാമത്തെ ലെസൺ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിനകത്ത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് നമ്മുടെ വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ, ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ അത് ആ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ചാറ്റ് സപ്പോർട്ട് ആൻഡ് ഹോംവർക്ക് സബ്മിഷൻ വാട്സപ്പിലാണ്. വാട്സപ്പിലൂടെ ഹോംവർക്കും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ലെസണും കഴിഞ്ഞതിന് ശേഷം ഈ 1 month ട്രെയിനിങ്ങിൽ ഓരോ ലെസണും അവസാനിക്കുന്ന ഒരു കുഞ്ഞ് എക്സസൈസ്, ഒരു കുഞ്ഞ് ഹോംവർക്ക്, ഒരു അസൈൻമെന്റോട് കൂടെയാണ്. അത് എനിക്ക് വാട്സപ്പിൽ തരണം. അപ്പോൾ തരുമ്പോഴാണ് നിങ്ങൾ ഇത്രാമത്തെ ലെസൺ കംപ്ലീറ്റ് ചെയ്തു, എന്നോട് കൂടെ ഉണ്ട്, ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ വാട്സപ്പിലൂടെയുള്ള ചാറ്റ് സപ്പോർട്ട് നമ്മുടെ ട്രെയിനിങ്ങിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വാട്സപ്പാണ്. 6238241968 എന്ന് പറയുന്ന ഈ ഒരു വാട്സപ്പിലാണ് നമ്മുടെ എല്ലാ വാട്സപ്പ് ചാറ്റ് സപ്പോർട്ടും ലഭിക്കുന്നത്. അത് അഡ്മിഷൻ ആയാലും രജിസ്ട്രേഷൻ ആയാലും കോഴ്സ് സംബന്ധിച്ചതായാലും ഓൾറെഡി ജോയിൻ ചെയ്താലും അതിൻ്റെ എല്ലാ ഇതും കിട്ടുന്നത്, സപ്പോർട്ട് കിട്ടുന്നത് ഈ ഒരു വാട്സപ്പിലാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേറെ 1-2 വാട്സപ്പ് നമ്പേഴ്സ് കൂടെയുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ട് കിട്ടത്തില്ല. ഈവൻ ഇതേ നമ്പറിൽ തന്നെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അക്കൗണ്ട് കിട്ടുന്നത് വാട്സപ്പിൽ ഈ ഒരു നമ്പറിൽ മാത്രമാണ്. പിന്നെ വരുന്നത്, അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷനിലെ നമ്മുടെ വീഡിയോ ലെസൺസ്, രണ്ടാമത് ചാറ്റ് സപ്പോർട്ട്, മൂന്നാമത് എന്ന് പറയുന്നത് വീക്ക്ലി സൂം മീറ്റിംഗ് ആണ്. എല്ലാ ആഴ്ചയും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീക്ക്ലി സൂം മീറ്റിംഗ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:15 ഈ മീറ്റിംഗ് നടക്കുന്നത്. ആക്ച്വലി 2 മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈഡേ നടക്കുന്നത് 1 month കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ്. വോക്കൽ ക്ലബ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അതൊരു ക്ലാസ് അല്ല. പിന്നെ നമ്മുടെ ഈ വീഡിയോ ലെസൺസിനെ, മൊബൈൽ ആപ്ലിക്കേഷനിലെ വീഡിയോ ലെസൺസിന്റെ ക്ലാരിഫിക്കേഷൻ, അതായത് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ
ഒന്ന് ലൈവായിട്ട് മീറ്റിങ്ങിൽ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ടാണ്, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും. അതിലുപരി ഒരു ഒരു ഓക്കൽ കെയറിന്റെ പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് പ്രസന്റ് ചെയ്യാനും ഒക്കെയാണ് ആ മീറ്റിംഗ്. പിന്നെ ഇറ്റ്സ് എ ടൈം ഓഫ് ഫെലോഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദ സംഭാഷണത്തിനും ഈ ഒരു ഓക്കൽ കെയർ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുന്നതിനൊക്കെയുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച നടക്കുന്ന ഓക്കൽ ക്ലബ് മീറ്റിംഗ്. അപ്പോൾ അത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ്, 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത് നടക്കുന്നത് വെനസ്ഡേ മീറ്റിംഗ് ആണ്. അതിപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെനസ്ഡേ മീറ്റിംഗ് ആണ്. അതൊരു വെൽക്കം മീറ്റിംഗ് ആണ്. അതും വെനസ്ഡേ 9:15 നടക്കുന്നത്. അത് ഇൻട്രൊഡ്യൂസിങ് വോക്കൽ കെയർ ട്രെയിനിങ്. വോക്കൽ കെയർ ട്രെയിനിങ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് ക്ലാരിറ്റി ഓൺ വോക്കൽ കെയർ. വോക്കൽ കെയർ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ടാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ കവർ ചെയ്തു. 1, മൊബൈൽ ആപ്ലിക്കേഷൻസിലെ ലെസൺസ്. 2, നമ്മുടെ വാട്സപ്പിലെ ചാറ്റ് സപ്പോർട്ട്. 3, വീക്കിലി സൂം മീറ്റ്. 4മതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആക്സസ്. ഈ വോക്കൽ കെയറിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാനായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ഒരു വോക്കൽ കെയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി ഓൺ അവർ മൊബൈൽ ആപ്ലിക്കേഷൻ. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ഈ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ വാട്സപ്പ് പോലെ നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റൊരാൾക്ക് അത് ലഭിക്കത്തില്ല. നിങ്ങളുടെ പേര് മാത്രമേ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെ പരിചയപ്പെടാനും നിങ്ങളുടെ പാട്ടുകൾ ഷെയർ ചെയ്യാനും അങ്ങനെ ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാനും നമുക്ക് ശ്രമിക്കാം. ശബ്ദം ഉപയോഗിക്കുന്നവരുടെ മലയാളത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതാണ് വോക്കൽ കെയറിൻ്റെ മറ്റൊരു പ്രത്യേകത, കമ്മ്യൂണിറ്റി ആക്സസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് നമ്മുടെ പഠനത്തെയും നമ്മുടെ ട്രെയിനിങ്ങിനെയും കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും, കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ലെസൺസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ, വാട്സപ്പ് ചാറ്റ് സപ്പോർട്ട്, വീക്കിലി സൂം മീറ്റിംഗ്, പിന്നെ കമ്മ്യൂണിറ്റി ആക്സസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു റെക്കോർഡഡ് ലെസൺ ആണെങ്കിലും ഇത് കംപ്ലീറ്റ്ലി ഒരു റെക്കോർഡഡ് ലെസൺ ആണോ, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വെറും വീഡിയോ ലെസൺസ് തന്നിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, അങ്ങനെ ട്രെയിനിങ്ങിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു ജേണിയിൽ തുടരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വീക്കിലി സൂം മീറ്റിംഗ് ഉണ്ട്. അടുത്ത ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി പാർട്ണറാണ്. ഇതും 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഇപ്പം ഞാൻ നാളെ രാവിലെ നടക്കാൻ പോകണം അല്ലെങ്കിൽ ഓടാൻ പോകണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എന്താ വിചാരിക്കും, നാളെ രാവിലെ പോകും, ഇനി അടുത്ത ആഴ്ച ആവട്ടെ അല്ലെങ്കിൽ അടുത്ത ദിവസം ആകട്ടെ, നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. അതിനെ മാറ്റി വെക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാകും ഈ ട്രെയിനിങ്ങിൽ ലെസൺസ് ചെയ്യുന്നതിൽ, എക്സസൈസ് ചെയ്യുന്നതിൽ. പക്ഷെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, നാളെ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് വിളിക്കുകയാണ്, നമുക്ക് നടക്കാൻ പോകാം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി വീട്ടിൻ്റെ വെളിയിൽ വന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളി റെഡിയായി നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പുള്ളിയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ഞാനും റെഡിയാകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പോകും. അതുപോലെ ഈ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഫെസിലിറ്റി നമ്മുടെ ട്രെയിനിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് വേറൊരാളെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് തരും. അപ്പോൾ ആ ഗ്രൂപ്പിൽ 2 പേരെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ 2 പേര് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ആയിരിക്കും. അവർ പരസ്പരം എൻകറേജ് ചെയ്യും, ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യും. ഇന്ന് ഏത് ലെസണാണ് ചെയ്തത് എന്ന് മറ്റേ ആൾ ചോദിക്കും, ഇന്നത്തെ ലെസൺ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ സ്കോർ എങ്ങനെയുണ്ട് എന്നൊക്കെ പരസ്പരം ഒരു മ്യൂച്വൽ പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് ട്രെയിനിങ്ങിനെ എൻഹാൻസ് ചെയ്യും. നിങ്ങൾ കൂടുതൽ പഠിപ്പിക്കത്തൊന്നുമില്ല, അതായത് മറ്റൊരാളെ നിങ്ങൾ ടീച്ച് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, ആ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്തു എന്ന് പരസ്പരം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ ഓർക്കാം. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ വീഡിയോ ലെസൺസ്, ചാറ്റ് സപ്പോർട്ട് വാട്സപ്പിൽ, സൂം മീറ്റിംഗിലെ വീക്കിലി മീറ്റിംഗ്, പിന്നെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ, നമ്മുടെ കമ്മ്യൂണിറ്റി ആക്സസ്. പിന്നെ വരുന്നത് ഡെയിലി സ്കോർ ബോർഡാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട്
ഒരു സ്കോർ ബോർഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് നമ്മൾ കാണുമ്പോൾ, ആ സ്കോർ ബോർഡിൽ മാർക്ക് ചെയ്യുന്ന പ്രോഗ്രസ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ഓക്കെ, ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്, എൻ്റെ പ്രോഗ്രസ് എന്താണ് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും, നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു സ്കോർ ബോർഡ്. ഇതിൽ താഴെ തീയതി എഴുതിയിട്ട് ഓരോ ദിവസവും എക്സസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിച്ച് സ്കോർ എന്തായിരുന്നു, ബെല്ലി ബ്രീത്തിങ് സ്കോർ എന്തായിരുന്നു, ഓപ്പൺ വോയിസ് സ്കോർ എന്തായിരുന്നു, നമ്പർ കൗണ്ടിങ് സ്കോർ എന്താണ്, എയർ പുഷിംഗ് സ്കോർ എന്താണ്, ഇതെല്ലാം ഓരോ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് താഴെ നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഓരോന്നിൻ്റെയും ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്റ്റുഡൻ്റ് എനിക്ക് തന്ന ഒരു സ്കോർ ബോർഡിൻ്റെ മോഡൽ ഞാൻ കാണിക്കും. അപ്പോൾ പുള്ളി തുടങ്ങിയതിൽ നിന്ന് ഒടുവിൽ വരുമ്പോൾ ഇതിവിടെ പിച്ച് സ്കോർ പുള്ളിക്ക് 9/2/47 അവസാനം ഇവിടെ 7-ാം തീയതി വരുമ്പോൾ 62 വന്നു. അങ്ങനെ ഗ്രാജുവലി ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ശബ്ദത്തിലും ബ്രീത്തിങ് കപ്പാസിറ്റിയിലുമുള്ള മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പോൾ വീഡിയോ ലെസൺസ് ഓൺ മൊബൈൽ ആപ്ലിക്കേഷൻ, വാട്സപ്പിലെ ചാറ്റ് സപ്പോർട്ട്, വീക്ക്ലി സൂം മീറ്റിംഗ്, കമ്മ്യൂണിറ്റി ആക്സസ്, അക്കൗണ്ടബിലിറ്റി പാർട്ണർ, ഡെയിലി സ്കോർ ബോർഡ്, ഇതെല്ലാം കൂടെ നമ്മൾ ആ 1 മന്ത് ട്രെയിനിങ്ങിന് ചാർജ് ചെയ്യുന്നത് 8,000 രൂപയാണ്, 7,999 രൂപയാണ്. പക്ഷേ എങ്കിൽ 50% ഓഫർ ഈ 1 അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ഓഫർ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ആ ക്ലാസ് കണ്ടു കഴിയുമ്പോഴേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കവർ ചെയ്യാം. അതിനുശേഷം അടുത്ത ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ സാർ. യെസ്, നമസ്കാരം. സജീവൻ ചാരുകേശി. പറയൂ സജീവൻ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്തത്, കാരണം ഇവിടെ നല്ല മഴയും ഇടിയൊക്കെ ആയിരുന്നു. എവിടെ നിന്നായിരുന്നു? ഞാൻ കാലിക്കറ്റാണ്. ഓക്കെ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ളതൊന്നും കേൾക്കാനും ഇതാവാനും പറ്റിയിട്ടില്ല. നല്ല മഴയും ഇടിയൊക്കെ ആയതുകൊണ്ട്. ഓക്കെ, പറയൂ സജീവൻ, എന്താണ് ഈ പോയിന്റിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത്? അല്ല, ഞാൻ കറക്റ്റ് അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഇത് കിട്ടില്ല. നിങ്ങളിപ്പോ ഓക്കെ പറയൂ. ഇപ്പൊ എടുത്ത ക്ലാസ്മേറ്റ്സ്, എനിക്ക് ക്ലാസ് അല്ല, ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഭാഗം കേട്ടതില് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ബ്രീത്തിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ. ബ്രീത്തിങ് പ്രോബ്ലം മീൻസ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ക്രാക്ക് വീഴുന്ന പോലെ ഒരു പ്രശ്നം എനിക്ക് അവിടെ വീഴുന്നുണ്ട്. ഒരു ക്രാക്ക്. ആക്ച്വലി ഞാനൊരു ടീച്ചറാണ്. ഓക്കെ. ഞാൻ സ്കൂളിൽ ഞാനിപ്പോ ഒരു 22 വർഷമായിട്ട് ഞാൻ PG മ്യൂസിക് ആണ്. ഓക്കെ. അപ്പൊ 22 വർഷമായിട്ട് ഞാൻ പാലക്കാട് ചെമ്പൈ കോളേജിലാണ്. ഓക്കെ. ഓക്കെ. ഞാനൊരു മ്യൂസിഷ്യൻ ആണ്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കമ്പോസിങ് വർക്കാണ്. ഓക്കെ. ഇതൊക്കെയാണ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴുള്ള നമുക്ക് കൂടുതലായിട്ട് ഞാൻ സഫർ ചെയ്യുന്നത് ഈ ബ്രീത്തിങ് ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പൊ അതിന് എങ്ങനെയാണ് ഏതൊക്കെയാന്നുള്ളതൊന്ന് മീൻസ് നമ്മൾ എന്തൊക്കെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ കൂടുതൽ ടൈം ആഫ്റ്റർ ഒരു 10 o'clock ശേഷം പാടുന്ന സമയത്ത് നമുക്ക് വോയിസ് വല്ലാതെ ഒരു ബേസിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പാടുന്ന സമയത്ത് നമ്മൾ കച്ചേരി ചെയ്യുകയാണെങ്കിലും വേറെ എന്താ ചെയ്യുകയാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു വോയിസ് ഒരു ഹസ്കി ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ അതിന് ഡീറ്റെയിൽസ്. ശരി. ഇപ്പോൾ സജീവൻ അദ്ദേഹം സംസാരിച്ചത് നമ്മളിപ്പോൾ പ്രസന്റേഷൻ, ഞാൻ ചെയ്ത പ്രസന്റേഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല. എനിവേ ഞാൻ അതിന് ആൻസർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഈ പ്രസന്റേഷൻ കേട്ട ആരെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് ചോദിക്കാമോ? ഈ പ്രസന്റേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ വെൽക്കം ചെയ്യുന്നു. സാറേ, ഈ 1 മന്ത് പിന്നെ കോഴ്സിന് നമ്മള് താല്പര്യപ്പെടുമ്പോ പലപ്പോഴും ഈ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പം ഒരു തിരക്ക് കാരണത്താലോ മറ്റൊക്കെ മിസ്സാവുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളൊരു ഫിയർ. ഓക്കെ. തിരക്ക് കാരണം അല്ലേ? അതെ 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 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതെ അതെ അതെ. സാറ് നേരിട്ടുള്ള ക്ലാസ്സുകൾ ഇന്നിപ്പോ ഒരു സൗകര്യം കിട്ടി. ഇതേപോലെ
ഓക്കെ. അപ്പോൾ 1 മന്ത് ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, അത് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് ഇത്ര മണിക്ക് ഇത്ര ഇന്ന ദിവസം ഇത്ര മണിക്ക് നിങ്ങൾ പങ്കെടുക്കണമെന്നില്ല. അതിനകത്ത് ഓൾറെഡി ലെസൺസ് ഉണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം എത്ര സമയം നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും? അത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയോ എത്ര സമയം? 10 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റൂ? ഓക്കെ, അത് കഴിയും സാറേ, കഴിയും. എന്നാൽ ഒരു 15 മിനിറ്റ് പോസിബിൾ ആണ്. ഏതെങ്കിലും ഒരു 15 മിനിറ്റ് ദിവസവും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ. എനി ക്വസ്റ്റ്യൻസ്? ഈ പ്രസന്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സർ, ഞാൻ ജുവലിന്റെ മമ്മിയാണ്. യെസ്, ജോയൽ. യെസ്. ഞാൻ കുറച്ച് നാൾ കൂടാതിരുന്നു. ജോലിന് ക്ലാസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അവർക്ക് വെക്കേഷൻ. അപ്പൊ ഞാൻ ഈ ക്ലാസ് നോക്കുമ്പോ എനിക്ക് അത് കിട്ടുന്നില്ലല്ലോ. 1 മന്ത് ട്രെയിനിങ് ആണോ ജോയിൻ ചെയ്തത്? അതെ. ഓക്കെ. നിങ്ങളുടെ ഏത് ഇമെയിൽ ഐ ഡിയും ഏത് ഫോൺ നമ്പറും വെച്ചിട്ടാണോ കോഴ്സിന് രജിസ്റ്റർ ചെയ്തത്, അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ അതിനകത്ത് കയറുക. ഓക്കെ ഓക്കെ അന്ന് രജിസ്റ്റർ ചെയ്തതുകൊണ്ടാ. അത് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി. അന്ന് ഏതിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടും, അത് അവർ ക്ലിയർ ചെയ്ത് തരും. കോഴ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതേ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ OTP വരുന്നുണ്ടോ ആപ്ലിക്കേഷനിൽ? OTP ഒക്കെ വന്നപ്പോ പിന്നെ ഞാനത് ക്ലോസ് ചെയ്തായിരുന്നേ. ആ അപ്പൊ ഞാൻ വിചാരിച്ചത് 1 മന്ത് കഴിഞ്ഞപ്പോ ക്ലോസ് ആയതാണോ? ഇല്ല, ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ട്. ഇപ്പോഴും ആ കോഴ്സ് കാണാൻ പറ്റും. നിങ്ങളുടെ പഴയ ആക്സസ് ഡീറ്റെയിൽസ് വെച്ചിട്ട്, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട്, അതേ ഫോൺ നമ്പരും രജിസ്റ്റർ ചെയ്ത അതേ ഫോൺ നമ്പരും വെച്ചിട്ട് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മാറിയായിരിക്കും കിടക്കുന്ന ഫോണില് മെയിൽ ഐ ഡി. ഓക്കെ. അപ്പോൾ അത് അതേ ഇത് വെച്ചിട്ട് നോക്കിയാൽ മതി, കൃത്യമായിട്ട് കിട്ടും. ഓക്കെ. എന്നെ അത് അപ്ഡേറ്റ് ചെയ്യണേ വാട്സപ്പിൽ. അത് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ജോയിൻ ചെയ്തോ എന്ന് എനിക്കൊന്ന് റിപ്ലൈ തരണേ വാട്സപ്പിൽ. ഓക്കെ. എനി ക്വസ്റ്റ്യൻസ്? ഹലോ സർ. യെസ്, അനു. സാർ, ഇപ്പൊ നമ്മൾ 1 അവർ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോ 1 മന്ത് ട്രെയിനിങ് ഒരു 1 മന്ത് കഴിഞ്ഞ് നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോ പ്രശ്നമില്ലല്ലോ അല്ലെ? ഇല്ല. നമ്മളിപ്പോ 1 അവർ ട്രെയിനിങ് ഇപ്പോ ഞാനിപ്പോ ഉടനെ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ 1 മന്ത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം, അങ്ങനെ പറഞ്ഞവരാരും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ അവരുടേതായ തിരക്കിൽ അങ്ങ് മുഴുകും. ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട്. എനിക്കും ഇച്ചിരി പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എനിക്ക് 2 കുഞ്ഞു പിള്ളേർ, 5 വയസ്സുള്ള ആളും 3 വയസ്സുള്ള ആളുമാണ്. അപ്പോ ഇപ്പോ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾ, പിന്നെ ഞാൻ പഠിക്കുന്നുണ്ട്, ജർമ്മൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പഠിത്തം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ അടുത്ത ഇതാവുമ്പോ അതൊന്ന് കംപ്ലീറ്റ് ആകും. ഡിസിഷൻ ടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റീസ് കൊടുത്തില്ല എങ്കിൽ ഡിസിഷൻ നമുക്ക് എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ അനു ഡിഫറൻ്റ് ആയിരിക്കാം. അനു എല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന മാസം ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്ന ആളായിരിക്കാം. ദെൻ ഇറ്റ്സ് ഫൈൻ. പക്ഷെ യൂഷ്വലി ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പോ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വരാന്ന് പറയുന്ന ആരും അങ്ങനെ വരാറ്. ഒരു 99% പേരും തിരിച്ചു വന്നിട്ടില്ല. ഇല്ല, എനിക്കെന്ന് വെച്ചാൽ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഞാൻ വീട്ടിലിരിക്കുമ്പോ ഞാൻ മൈക്കൊക്കെ വെച്ച് പാട്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു ഇടയ്ക്കുള്ള ടൈം കിട്ടുമ്പോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇതില് ഒന്ന് സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഇത് കൊണ്ട്. ശരി, അത് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ 1 അവർ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വരുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ?
ഓക്കെ, ഇനി സജീവൻ സാറ് ചോദിച്ചു ബ്രീത്തിങ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എക്സസൈസുകളെ കുറിച്ചാണ്. അപ്പം ഞാൻ നമ്മുടെ കോഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ സാറിന് ആൻസർ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. നമ്മുടെ കോഴ്സ് സെക്ഷൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ കോഴ്സിൽ ഇങ്ങനെ 2 കോഴ്സ്, അപ്പോൾ 1 അവർ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിൽ ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്നും 1 മന്ത് ട്രെയിനിങ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ 2ാമത്തെ കോഴ്സും ഉണ്ടാകും. അപ്പോൾ ഈ 1 മന്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഞാനൊന്ന് പറയാം. ഡേ 1 എന്ന് പറയുന്നത് ആമുഖ ലെസൺ ആണ്. ഡേ 2 ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു. ഡേ 3 ശ്രുതി സ്വരം എങ്ങനെ ഉറപ്പിക്കും. ഇതൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് ഒക്കെ. നേരത്തെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ 1 അവർ ലെന്ത് ഉള്ളൂ, ബാക്കിയെല്ലാം ഷോർട്ട് എക്സസൈസ് ആണ്. ഡേ 4 വരുമ്പോൾ വാമപ്പ് എക്സസൈസസ്. 5ാമത്തെ ദിവസം വരുന്നത് എന്തിന് വാമപ്പ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. 6ാമത്തെ ദിവസം ഗായകർ എങ്ങനെ ശ്വാസം എടുക്കണം. 7ാമത്തെ ദിവസം ശ്വാസം എങ്ങനെ ദീർഘമാക്കാം. 8ാമത്തെ ദിവസം സ്കോർ ബോർഡ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നു. 9ാമത്തെ ദിവസം ശബ്ദം എങ്ങനെ ദൃഢമാക്കാം. 10ാമത്തെ ദിവസം ശബ്ദം എങ്ങനെ ഓപ്പൺ ആക്കാം. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നല്ലോ നോസ് വോയിസ്. 11ാമത്തെ ലെസൺ എന്ന് പറയുന്നത് നോസ് വോയിസ് എങ്ങനെ ഒഴിവാക്കാം. അതാരായിരുന്നു? യെസ്, അനീഷ് മലപ്പുറം. നോസ് വോയിസ് എങ്ങനെ ഒഴിവാക്കാം. പിന്നെ ഒരു വോക്കൽ മെഡിറ്റേഷൻ, ശബ്ദ ധ്യാനത്തിലൂടെ നമ്മുടെ ശബ്ദത്തെ നമ്മൾ തിരിച്ചറിയുക, അടുത്തറിയുക. ശബ്ദം ദീർഘമായി നീട്ടുന്നത് എങ്ങനെ, എയർ പുഷിംഗ് എക്സസൈസ്, വോക്കൽ റേഞ്ച് എങ്ങനെ കണ്ടെത്താം എന്ന് ഇപ്പോൾ ഒരു 16ാമത്തെ ലെസണായി അല്ലേ. ഇനി വരുന്നതെല്ലാം എക്സസൈസ് ആണ്. ലിപ് ഡ്രിൽ എക്സസൈസ്, സ്വരങ്ങൾക്കൊപ്പം അതെങ്ങനെ എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചോദിച്ച സജീവൻ, അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ട്രെയിനിങ്ങിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം വാമപ്പ് എക്സസൈസ് മുതലാണ് തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷൻ, ദെൻ വാമപ്പ് എക്സസൈസസ്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരാൾ വന്നിട്ട് ബ്രീത്തിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, അതിന് ടിപ്സ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ഒരു പരീക്ഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മുടെ ത്രോട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും അബദ്ധത്തിന് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ കാണിച്ചിട്ട് ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാനായിട്ടുള്ള സ്ഥലമല്ല നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്യും. ആദ്യം വാമപ്പ് എക്സസൈസസ്, പിന്നെയാണ് അതിലേക്ക് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് ചെറിയ ബ്രീത്തിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് പിന്നെയാണ് നമ്മൾ വോക്കൽ എക്സസൈസിലേക്ക് പോകുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇത് ഹൈ പിച്ച് പാടാനായിട്ടുള്ളതും ലോ പിച്ച് പാടാനായിട്ടുള്ളതും ഒക്കെ വോക്കൽ റേഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരുപക്ഷെ തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ ശബ്ദത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വാമപ്പ് ചെയ്ത് ആ ഒരു വോക്കൽ സ്റ്റാമിന ബിൽഡ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതൊരു യൂട്യൂബ് വീഡിയോ പോലെയോ ഒന്നുമല്ല, ഇതൊരു കോഴ്സാണ്, ഇതൊരു ട്രെയിനിങ് സെഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ എക്സസൈസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനോട് കൂടെയാണ് വരുന്നത്. ട്രെയിനിങ്ങിന്റെ 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചെയ്ത വാമപ്പ് എക്സസൈസ് നോട്ട്ബുക്കിൽ എഴുതിയ ക്രമം അനുസരിച്ച് ഒരിക്കൽ കൂടെ ചെയ്യുക. എല്ലാ എക്സസൈസുകളും കൂടെ 10 മിനിറ്റിനുള്ളിൽ ചെയ്ത് അവസാനിപ്പിക്കുക. ഇനി നമുക്ക് ഗായകർക്ക് വേണ്ടിയുള്ള പ്രത്യേക ബ്രീത്തിങ് എക്സസൈസ് പരിശീലിക്കാം. നെഞ്ചിലല്ല വായു സംഭരിക്കേണ്ടത്. ശ്വാസകോശത്തിന് താഴെയായി ഡയഫ്രത്തിൽ ധാരാളം സ്ഥലമുണ്ട്. ആ സ്പേസ് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വയറിലാണ് ശ്വാസം സംഭരിക്കേണ്ടത്. ബെല്ലി ബ്രീത്തിങ് എന്നാണ് ഈ ടെക്നിക്കിനെ വിശേഷിപ്പിക്കാൻ എന്നാൽ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം വയറിലേക്ക് കൊണ്ടുവരികയും വേണം. ഓക്കെ, ഇതൊരു ഡെമോ ലെസൺ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാ എക്സസൈസും ഡെമോൺസ്ട്രേഷൻ, ഇങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചുകൊണ്ടാണ് ട്രെയിനിങ്ങിൽ 1 മന്ത് ട്രെയിനിങ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ഈ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുന്നു. ഇനി
ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം, അതിനുശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്? അതിന് നേരെ നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ പോകുമ്പോൾ അതിനകത്ത് ആദ്യം രജിസ്റ്റർ നൗ അറ്റ് 99 99 രൂപയുടെ ഇൻട്രൊഡക്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന ഒരു ബട്ടൺ കാണും. അതിന് താഴെ ചെറിയൊരു യൂട്യൂബ് വീഡിയോയിൽ എന്താണ് നമ്മുടെ ട്രെയിനിങ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 1 hour ക്ലാസ്സിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് വിശദമാക്കുന്നുണ്ട്, ആർക്കൊക്കെ പങ്കെടുക്കാം. നമ്മൾ ഇന്ന് ട്രെയിനിങ്ങിൽ കവർ ചെയ്തത് തന്നെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ഈ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഫർ 99 രൂപയുടെ ഈ 1 hour ക്ലാസ്സിന് ഒരു ഓഫർ വെബ്സൈറ്റിലുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ ഈ വോക്കൽ കെയർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരുടെ ഫേസ്ബുക്ക് കമൻസ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ട്രെയിനിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കുന്നത്, ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ആ രജിസ്റ്റർ നൗ 99 എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് 1 hour ക്ലാസ് എന്ന ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് കാണിക്കും. ഞാൻ അതിനെ ഒന്ന് ഇൻകോഗ്നിറ്റോയിൽ എടുത്ത് കാണിച്ചു. ഓക്കെ, ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് റിക്വസ്റ്റ് OTP, ഈ ടാഗ് മാംഗോ ആപ്ലിക്കേഷൻ, നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു OTP ചോദിക്കും. ഓർ വെരിഫൈ യൂസിങ് ഇമെയിൽ ID, ഒന്നുകിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID വഴി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഒരു കൂപ്പൺ ചോദിക്കും. ഈ കൂപ്പൺ കിട്ടണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം, അവിടെയാണ് ഒരു ഓഫർ കോഡ് ഉണ്ടെന്ന് പറഞ്ഞത്. വെബ്സൈറ്റ് നോക്കുമ്പോൾ ഈ 99 രൂപയുടെ ഒരു ഇത് 70 രൂപയ്ക്ക് 71 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അതിന് വെബ്സൈറ്റ് കൃത്യമായിട്ട് നോക്കിയാലേ ഓഫർ കോഡ് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ആ ഓഫർ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ 99 എന്നുള്ളത് ഈ 100 ഇവിടെ മാറിയിട്ട് 99 അതിൻ്റെ സർവീസ് അതിൻ്റെ കോഴ്സിൻ്റെ ചാർജും 1 രൂപ 98 പൈസ അതിൻ്റെ സർവീസ് ചാർജ്, ഒരു 100 രൂപ 98 പൈസയാണ് ടോട്ടൽ ആകുന്നത്. അപ്പോൾ ഇത് 70 രൂപയിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഓഫർ കോഡ് ഉണ്ടെങ്കിൽ, ഓഫർ കോഡ് കിട്ടണമെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇതിൽ നിങ്ങൾ ഓഫർ കോഡ് കിട്ടുമ്പോൾ ഓഫർ കോഡ് അവിടെ കൊടുത്തിട്ട് അത് ചെയ്യുക. എന്നിട്ട് അപ്പോൾ എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നത്. പ്രൊസീഡ് ടു പേ ആക്റ്റീവ് ആകുമ്പോൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ പേടിഎം വഴിയോ കാർഡ് വഴിയോ ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 1 hour ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലിങ്കും അടുത്തെന്താണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡയറക്ഷൻസും വാട്സപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ തന്നെ എൻ്റർ ചെയ്യണം കേട്ടോ. ജോയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ വാട്സപ്പ് നമ്പർ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യണം. അല്ല, വാട്സപ്പ് ഇല്ലാത്ത നമ്പർ എൻ്റർ ചെയ്താൽ ആ രജിസ്റ്റർ ചെയ്യുന്ന നമ്പറിലേക്കായിരിക്കും മെസ്സേജസ്, അടുത്ത ഗൈഡ് ലൈൻസ് തന്നുകൊണ്ടുള്ള മെസ്സേജ് പോകുന്നത്. അപ്പോൾ വാട്സപ്പ് ഇല്ലെങ്കിൽ അതിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ വാട്സപ്പ് നമ്പർ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെൽക്കം. ഓക്കെ, മറ്റു ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാമോ? ഷുഹൈബ്, യെസ്, ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരാമോ? എന്നാൽ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളിൽ പലരെയും ഈ ഒരു ട്രെയിനിങ്ങിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാകാം. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എനിക്കൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം, പേഴ്സണലി ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് ആയിരുന്നു, പ്രയോജനപ്പെട്ടോ എന്നറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഒരുപക്ഷെ ഗ്രൂപ്പിൽ നിങ്ങൾ അത്രയും ഓപ്പൺ ആകത്തില്ലായിരിക്കാം. ഇൻഡിവിജ്വലി പേഴ്സണലി എനിക്കൊരു മെസ്സേജ് തരിക.
അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ വരിക, അതിൻ്റെ ഡീറ്റെയിൽ തരാം. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം കണക്റ്റഡ് ആയിരിക്കുക. നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങളെ കാണാം. ഹലോ സാർ. ഹലോ. യെസ്, സജീവൻ. സാറുടെ പേഴ്സണൽ നമ്പർ എൻ്റെ ഈ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാമോ? ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ തന്നെ ഇടാം. ഓക്കെ സാർ, താങ്ക് യു. 6238241968 6238241968 കിട്ടിയിട്ടുണ്ടായിരുന്നോ സജീവൻ? ഹലോ സജീവൻ. ഓക്കെ, ഓക്കെ. ശരി, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങളുടെ വിലയേറിയ ശബ്ദം എന്താണ്, ശബ്ദത്തെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നുള്ള ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.